അമ്മയെ കൊന്ന വിശ്വാമിത്രനെ പറ്റിയാണല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ബൈബിളിനകത്ത് എത്ര കുഞ്ഞുങ്ങളെ കൊന്ന രാജാവിനെ പറ്റി പറയുന്നില്ലേ? കംസനെ പറ്റി പഠിപ്പിക്കുന്ന നാടല്ലേ ഇത്? കൊച്ചിനെ തോട്ടിലൊഴിക്കുക, കുന്തിയുടെ കഥയ്ക്കകത്ത് നമ്മളെ ഇപ്പൊ കുട്ടിയെ തല്ലിക്കൊല്ലുന്ന പെണ്ണുങ്ങളെ പറ്റി പറയുമ്പോ ഇതൊക്കെ ഈ നാട്ടിൽ ഉണ്ടായിരുന്നുള്ള ഞാനാണോ ഈ കഥയൊക്കെ കണ്ടുപിടിച്ചത്? ഈ അമ്മയും അച്ഛന്മാരും മക്കളും എല്ലാം തമ്മിൽ വെട്ടിക്കൊല്ലുന്ന കാരണം കൊണ്ടല്ലയോ മഹാഭാരത കഥ മുഴുവനും കുടുംബങ്ങളെ തമ്മിൽ അങ്ങോട്ട് കൊണ്ട് യുദ്ധം ചെയ്തതാ. സകല സ്പിരിച്വൽ എക്സ്പീരിയൻസും ഹൈറ്റൻ ചെയ്യാൻ കൂട്ടാൻ വേണ്ടി കഞ്ചാവ് വലിച്ചിരിക്കുന്ന സ്വാമിമാരേ ഉള്ളു ആ ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങിയ ഈ തുണിയില്ലാത്തവന്മാര് മുഴുവനും. അപ്പൊ അത് ശിവമൂലിയ. ചാരായം നിരോധിച്ച സമയത്ത് ഞാൻ ഏകാനനെ പോയി നേരിട്ട് കണ്ട് പറയും, എഴുതി പബ്ലിഷ് ചെയ്ത് അയക്ക് കൊടുത്ത കത്ത്. നിരോധിച്ചാൽ ക്രിമിനലായ സമൂഹം ഉണ്ടാകും, അഗ്രസീവായിട്ട് ദരിദ്രരായ ആൾക്കാർ വിൽക്കും. ഇത് നാട്ടിൽ സുലഭമായി ഈ മയക്കുമരുന്ന് കിട്ടുവാണെന്ന് വെച്ചോ, ആർക്ക് വേണം എന്നത്? പാവം പിടിച്ച സാധാരണക്കാര് കള്ളും കുടിച്ചുകൂടാ, കഞ്ചാവ് വലിച്ചുകൂടാ. കാരണം നാളെ രാവിലെ എണീറ്റ് അവനെ നമ്മുടെ തെങ്ങേ കയറാൻ ആളായിട്ട് വരണം. ടാറ്റ കള്ളു പിടിച്ചാൽ ദാരിദ്ര്യം വരുവോ വീട്ടിൽ? കൂലി കൊടുക്കാത്തതുകൊണ്ടാ ദരിദ്രരാകുന്നത്. സിഗരറ്റ് വെക്കുന്നില്ല ഇവിടെ. ആ സിഗരറ്റ് നിക്കോട്ടിൻ എന്ന് പറയുന്നത് ഏറ്റവും അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. മദ്യം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നാണ്, 4ാമത്തെ മയക്കുമരുന്നാണ്. അതെങ്ങനെയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്? അത് രണ്ടും ആഠ്യന്മാരുടേതാ, അത്രേ ഉള്ളൂ. മദ്യം ലോകത്തുള്ള സകല പ്ലെയിനിലും കൊടുക്കും. ട്രെയിനിൽ കുടിച്ചാൽ നമ്മളെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ ദരിദ്രവാസി കുടിച്ചുകൂടാന്നുള്ള മാത്രമേ അർത്ഥമുള്ളൂ. ഡി അഡിക്ഷൻ സെന്റർ നടത്തിയ ഒരു മനുഷ്യനാണ് ഞാൻ. LSD അല്ലെങ്കിൽ കൊക്കൈനോ ഒക്കെ ഉപയോഗിക്കുന്ന, കറുപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന, കൂടുതൽ ശക്തമായ അഡിക്ഷൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ചതിലേക്ക് കൊണ്ടുവരാനായിട്ട് കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് അവരെ മാറ്റുന്നത്. ഭരണഘടന വായിച്ചിട്ടുണ്ടോ സ്കൂളിലെ? രാവിലെ എണീറ്റ് ദൈവം തമ്പുരാൻ എന്നെ ഉണ്ടാക്കിയതാണെന്ന് ഉള്ള പാട്ടും പാടിയിരിക്കുന്നിടത്ത് നിന്ന് എന്ത് പഠിക്കാനാണ് പോകുന്നത്? ഈ കഞ്ചാവ് മുഴുവൻ വയ്ക്കുന്ന ഈ ദൈവമാണ്. ദൈവമല്ലേ ഉണ്ടാക്കിയിരിക്കുന്നേ? മനുഷ്യരുണ്ടാക്കിയ ദൈവം അല്ലാതെ ലോകത്തെ ഏതെങ്കിലും പട്ടിയോ പൂച്ചയോ ഇതുവരെ അമ്പലത്തിൽ പോകുന്ന നാട്ടിലുണ്ട്? എന്നാ അവർക്ക് ആർക്കും ഉത്തരവാദിത്വം ഇല്ലേ ഉണ്ടാക്കിയ സ്രഷ്ടാവിനോട്? എന്നാ ഇത്ര വിശ്വാസികളായ ആൾക്കാര് എന്തുകൊണ്ടാണ് റോഡിൽ ഇറങ്ങുമ്പോ തെക്കോട്ടും മടക്കോട്ടും നോക്കുന്ന വണ്ടി ഇടിക്കുമെന്ന്? വിശ്വാസമുള്ളവനെ നടന്നാ വണ്ടി ഇടിക്കണ്ടല്ലേ? ആട്ടിടയന്മാര് യേശുക്രിസ്തുവൊക്കെ ഇങ്ങനെ ആടിനെ എടുത്താ നിൽക്കുന്നത്. ആടിന് വേണ്ടിയാണെന്ന് തോന്നുമല്ലോ. ലോകത്ത് ഏതെങ്കിലും ആട്ടിടയൻ ആടിനെ വളർത്തിയത് ആടിന് വേണ്ടിയാണോ? എല്ലാ ഭാര്യമാരും ഭർത്താവ് ആകുമ്പോ കരയുന്ന കഴിഞ്ഞാൽ ഞാൻ നാളെ എങ്ങനെ ജീവിക്കുന്ന ആലോചിച്ചിട്ട് മാത്രമാ, അല്ലാതെ അയാളോട് സ്നേഹം കൊണ്ടായിട്ടൊന്നും അല്ലേ. നാളെ ഞാൻ എങ്ങനെ ജീവിക്കാൻ പറ്റാത്ത തരത്തിലാക്കിയത് കൊണ്ടാണ്. എന്റെ ഈ പൂടെ കറപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ചുണയുണ്ട്, ഞാൻ വിളിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള സകല ദൈവങ്ങളെയും എന്റെ പൂടെ ഒന്ന് കറപ്പിച്ച് കാണിക്കുക. പിന്നെ മൈത്രേയന്റെ കനിയിലേക്ക് വരുവാണെങ്കിൽ മൈത്രേയൻ പറഞ്ഞു 20ാമത്തെ വയസ്സിൽ കുടുംബം പിരിച്ചുവിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പിരിച്ചുവിടുന്നതിനുള്ള റീസൺ എന്തായിരുന്നു? സത്യത്തിൽ അന്നത്തെ പത്രസമ്മേളനത്തിനകത്ത് ഞാൻ ഈ കുടുംബം പിരിച്ചുവിടുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ആകെ 2 പത്രസമ്മേളനം നടത്തി പിരിഞ്ഞു പോരാ, ഒരു പെണ്ണും ചെറുക്കനും പിരിഞ്ഞു പോകുന്ന പറയാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് തന്നെ ആലോചിക്കരുത്. ഇത് ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് പ്രായമായവര് സാമൂഹ്യ പ്രവർത്തനം നിർത്തേണ്ടതുണ്ട്. എനിക്ക് മറവികൾ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു 55 വയസ്സ് തന്നെ അടുത്തായി. അപ്പോഴ് അങ്ങനെ എഫിഷ്യൻസി കുറഞ്ഞു, അത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കുന്നവര്, സാമൂഹ്യ പ്രവർത്തകരായിരിക്കുന്നവര് മരിക്കുന്നവരെ രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരുമാണ്. അത്യാവര് പിരിയണം, ജഡ്ജിമാര് പിരിയണം, എഞ്ചിനീയർമാര് പിരിയണം. ഇവരെല്ലാരും റിസൈൻ ചെയ്ത് വീട്ടിൽ പോകണം. രാഷ്ട്രീയ പ്രവർത്തകർ അവരെ പിരിച്ചുവിടാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണത്. അപ്പൊ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിരിച്ചുവിടാൻ ആരും ഇല്ലാത്തതുകൊണ്ട് സ്വയം പിരിയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രായമായ ഞാൻ പിരിയുകയാണ്. എന്റെ പീക്ക് ഞാൻ കടന്നിരിക്കുന്നു. എന്നെ പോലെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ പിരിയണം. ഞാൻ അന്ന് പിരിഞ്ഞു പോയപ്പോ തൊട്ടിരിക്കുന്നവന്മാര് ഇപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാം ഇരിപ്പുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ കഥ പറയുന്നവന്മാരാവന്മാര് വഴി. ബാക്കിയുള്ള എല്ലാവരും എന്തുകൊണ്ടാണ് പിരിയേണ്ടി വരുന്നത്? എഫിഷ്യൻസി കുറഞ്ഞു എന്നുള്ള അറിയാമല്ലോ. പിന്നെന്താണ് രാഷ്ട്രീയക്കാർക്ക് അത് ബാധിക്കാത്ത? സാഹിത്യകാരന്മാരും സാമൂഹിക പ്രവർത്തകർക്ക് അത് ബാധിക്കാത്ത? ഇവർക്കെല്ലാം ബാധിക്കുന്നുണ്ട്. അവരുടെ പീക്ക് കടന്നിട്ട് ഒന്നും നല്ലതൊന്നും എഴുതത്തുമില്ല, ഒരു കവിത എഴുതത്തില്ല, ഒരു നല്ല ഒരു പ്രവർത്തനവും ചെയ്യുന്നുണ്ടാകത്തില്ല. വെറുതെ പഴയ സാധനവും പറഞ്ഞ് കടക്കിഴവന്മാരാണ് ഈ സാമൂഹികമായിട്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറഞ്ഞ കടക്കിഴവന്മാരാ. അതിന് ഞാൻ എന്റെ സ്വന്തം ജീവിതം കൊണ്ട് ഞാൻ അവിടുന്ന് മാറി നിൽക്കുകയാണ്. ഇത് കണ്ടെങ്കിലും ആൾക്കാരത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുത്തം ചെയ്തിട്ടില്ല. ഇപ്പം ചർച്ച തുടങ്ങിയിട്ടുണ്ട്. 75 വയസ്സിനൊക്കെ അപ്പുറത്തോട്ട് കഴിയുന്നവരൊക്കെ ഇനിയിപ്പോ ഇലക്ഷന് നിൽക്കണ്ടെന്നൊക്കെ പറയുന്ന കഥയൊക്കെ പറയും. പക്ഷെ അപ്പോഴും അത് പറഞ്ഞിട്ട് നേതാവ് അവിടെ തന്നെ തുടരും.
അതാണ് രസം. കൂടെ നിൽക്കുന്നവരെ ഒഴിവാക്കാനുള്ള ടെക്നിക്കായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. മോദി അദാനി പ്രായമായ അതുകൊണ്ട് അവിടെ നിൽക്കുന്നവർ എന്ന് പറച്ചിലും പറഞ്ഞിന്. ഇവിടെ ശൈലജ പോണ്ട, ഞാൻ തന്നെ ഇരുന്നാൽ മതി, 2 തവണ ഉള്ളവരെല്ലാം നിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ 3-ാം തവണ ഇങ്ങനെ എങ്ങനെ ആയിരിക്കും? ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അവരവരുടെ അധികാരം ഉറപ്പിക്കുന്ന ഈ പണി ചെയ്യരുതെന്ന് പറയുന്നതാണ് ഒരെണ്ണം ചെയ്തത്. 2, പ്രവർത്തനം കൊണ്ട് സാമൂഹികമായിട്ടുള്ള ഗുണം നമ്മൾ വളർത്തിക്കുന്നു. വ്യക്തികളുടെ ജീവിത നിലവാരം ഉയർത്തുമ്പോൾ ഒരു സമൂഹം എന്നുള്ള നിലവാരത്തിൽ ധാരാളം പാരിസ്ഥിതികമായ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ. അതുകൊണ്ട് അതിനൊരു ഉത്തരം അന്ന് എനിക്ക് ഇല്ലായിരുന്നു ഞാൻ രാജിവെക്കുമ്പോൾ. അപ്പം ഒരു ക്രൈസിസ് ഫിലോസഫിയിലെ ജീവിതത്തിന് രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ടായി. അതുണ്ടായതെന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. പക്ഷെ ഭൂമിയുടെ പരിസ്ഥിതി മുഴുവൻ തകർക്കുന്ന ഒരു പ്രശ്നമായിട്ട് അത് മാറുന്നുണ്ട്. അപ്പൊ ഇതിനെങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടതെന്ന് അന്ന് അറിഞ്ഞോളൂ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച് മനുഷ്യ കേന്ദ്രീകൃതമായി ചിന്തിക്കേണ്ട, അതുകൊണ്ട് മരവും നട്ട് ജീവിക്കാം എന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഹിമാചലിൽ പോയി 500 മരം വെച്ച് പിടിപ്പിക്കുന്ന പണിയിൽ ഏർപ്പെടുക എന്നാണ് ചെയ്തത്. ഈ രാജി വെച്ച് പോയപ്പോ ഈ ചെയ്യുന്ന സമയത്ത് ആളുകൾ എന്നോട് ചോദിച്ച്, അപ്പൊ ഈ കനിയും ജയശ്രീയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞ് ആ പണിയും തീർന്നതാണ്. തനിക്ക് 20 വയസ്സായി, 18ാമത്തെ വയസ്സിൽ ഞാൻ അവർക്ക് കത്തെഴുതി കൊടുക്കുന്നുണ്ട്, എന്റെ പണി തീർന്ന്, ഇനിയും തൊട്ട് നിന്റെ സ്വന്തം ജീവിതത്തിന് ആരംഭിക്കണം, അത് എന്ത് ചെയ്യണം? എനിക്ക് പറയാനുള്ള കാര്യം, എനിക്ക് ചെയ്യേണ്ട പണി തീർന്നിട്ടുണ്ട്. ഒരു 3-4 ലോക രാജ്യമായതുകൊണ്ടാണ് 2 വർഷം കൂടെ നമ്മൾ സപ്പോർട്ട് കൊടുത്തത്. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. 20 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ രാജിവെക്കുന്നത്. രാജിവെക്കുമ്പം ജയശ്രീ ഉപേക്ഷിക്കുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കുടുംബം പിരിച്ചുവിട്ടെന്നാ ഞാൻ പറഞ്ഞത്. കാരണം കുടുംബത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കുട്ടിയെ വളർത്തുന്ന പണിയാണ്. അത് തീർന്ന ഒരാൾ പിന്നെ എന്തു വേണേ നടത്തിക്കൊണ്ടിരിക്കുന്നേ? ലോകത്തിൽ ഏതെങ്കിലും ഒരു കാക്കയോ കിളിയോ കിളി എന്നുള്ള ഒരു നമ്മൾ കൂട് വെക്കുന്നതാണ്, ഏതെങ്കിലും കുഞ്ഞ് പറന്നു പോയതിനു ശേഷം കൂട് നോക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുപോലെ അത് മനസ്സിലാക്കിയാൽ മതി. 20ാമത്തെ വയസ്സിൽ അവർക്ക് തന്നെത്താൻ ചെയ്ത് പ്രവർത്തിച്ച് ജീവിക്കാൻ പറ്റുന്നതിന് ശേഷം പിന്നെ എന്തു ഞാൻ ചെയ്യുന്നേ? കുടുംബം എന്ന് പറഞ്ഞ് നടത്തുന്ന സാധനം നടത്തേണ്ട ആവശ്യമില്ല. വ്യക്തിഗതമായ ഇഷ്ടത്തോടെ നമുക്ക് കൂട്ടുകാരായിട്ട് ജീവിച്ചാൽ മതി, പിന്നെ കുടുംബം ആവശ്യമില്ല. കുട്ടി വളർന്ന് പുറത്തു പോയ കുട്ടികൾ തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുന്ന മനുഷ്യരാണ് ഈ നാട് മുഴുവനുള്ളത്. അവരൊരിക്കലും തിരിച്ചു വരത്തില്ല, വരാൻ കഴിയില്ല. ആധുനിക വിദ്യാഭ്യാസം നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. അവരെങ്ങനെ തിരിച്ചു വരും? എഞ്ചിനീയർ വീട്ടിൽ വന്ന് പാലം പണിയാൻ പറ്റുമോ? വക്കീല് വീട്ടിൽ പോയിട്ട് എന്തുവാ ചെയ്യുന്നത്? വാദിക്കുവോ? ഇതൊക്കെ ലോകം മാറിപ്പോയ കാര്യം അറിയേണ്ടതുണ്ട്. കുട്ടികൾ തിരിച്ചു വരാൻ കഴിയില്ല. അല്ല അമ്മയും അച്ഛനെ ഉപേക്ഷിച്ച് പോവുകയല്ല, വിദ്യാഭ്യാസം കൊടുക്കുന്ന കുട്ടികൾ വീട് വിട്ടു പോകും. ഇത് കാരണമാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു കാര്യം കൊണ്ട് ഈ കുടുംബം എന്ന് പറയുന്നത് തീർന്നും തിരിച്ചറിഞ്ഞ് ചുറ്റുപാടുമുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിനകത്ത് ഇടപെട്ട് ജീവിക്കുന്നതാണ് പിന്നെ ചെയ്യേണ്ടത്. അല്ലാതെ ആവശ്യമില്ലാത്ത ഒരു കുടുംബം തുടരുന്നതിന് ശ്രമിക്കുന്നത് വഴിയാണ് അർത്ഥശൂന്യമായ ജീവിതത്തിൽ ഈ വയസ്സരായ ആൾക്കാർ മുഴുവൻ ഇരിക്കുന്നത്. പക്ഷെ മൈത്രേയൻ ഈ ഒരു കാര്യം പറഞ്ഞു, 20 വയസ്സാകുമ്പോൾ പിരിച്ചുവിട്ട് അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നോളജും കാര്യങ്ങളും ആയ ശേഷമാണ് ഈ പിരിച്ചുവിടുന്നത് പറഞ്ഞു. പക്ഷെ നമ്മളൊരു കുട്ടിയെ ഉണ്ടാക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ വളർച്ച, പിന്നെ അതിനുശേഷം അവരുടെ ഒരു പാരന്റിങ് എന്ന് പറഞ്ഞൊരു സംഭവം, പാരന്റിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറെ പ്രശ്നങ്ങൾ ഇപ്പം കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുട്ടി അമ്മേനെയും അച്ഛനെയും അല്ല അമ്മേനെയും ബ്രദറിനെയും ഒക്കെ ആക്രമിച്ചിട്ട് ബ്രദർ മരിച്ചത്, അങ്ങനെ കുറച്ച് ന്യൂസസ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഒരു പാരന്റിങ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടല്ല. അപ്പൊ മൈത്രേയൻ കൊടുക്കുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇത് ഈ പറയുന്ന ഇൻസിഡന്റ് ഒക്കെ എല്ലാ വീട്ടിലും മക്കളെല്ലാരും അമ്മ അച്ഛനെ അടിച്ചു കൊല്ലുകയാണെങ്കിൽ ഞാൻ എടുക്കാം. ഇതുപോലത്തെ ഇൻസിഡന്റ് ലോകത്ത് എന്നും ഉണ്ട്. അമ്മയെ കൊന്ന വിശ്വാമിത്രനെ പറ്റിയാണല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഇതെന്താ അമ്മയെ കൊന്ന ആദ്യത്തെ സംഭവമാണ്. കൊച്ചിനെ തോട്ടിലൊഴിക്കുക, കുന്തിയുടെ കഥയ്ക്കകത്ത് നമ്മള് ഇപ്പൊ കുട്ടിയെ തല്ലിക്കൊല്ലുന്ന പെണ്ണുങ്ങളെ പറ്റി പറയുമ്പോ ഇതൊക്കെ ഈ നാട്ടിൽ ഉണ്ടായിരുന്നുള്ള ഞാനാണോ ഈ കഥയൊക്കെ കണ്ടുപിടിച്ചത്? ബൈബിളിനകത്ത് എത്ര കുഞ്ഞുങ്ങളെ കൊന്ന രാജാവിനെ പറ്റി പറയുന്നില്ലേ? കംസനെ പറ്റി പഠിപ്പിക്കുന്ന നാടല്ലേ ഇത്? ഇതൊക്കെ ഇപ്പൊ ഉണ്ടായ പ്രശ്നമായിട്ടാണോ പറയുന്നത്? പാരന്റിങ് അല്ല ഇതിന്റെ. ഇത് അങ്ങനൊന്നും അല്ല ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. അതിങ്ങനെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തോ പേരന്റിങ്, നിങ്ങൾ 5 കുട്ടികളെ വളർത്തി 5 കുട്ടികളെ 5 തരത്തിയിരിക്കും. അത് പേരന്റിങ് ഒരുപോലെ ആക്കാനൊക്കത്തില്ല. അങ്ങനെ ചെയ്തിട്ടല്ല അതൊക്കെ. നമുക്ക് എല്ലാം ജയിലൊക്കെ നമ്മളിപ്പോ കണ്ടുപിടിച്ചാന്നോ?
എന്തിനാണ് ജയിലൊക്കെ? പിന്നെ ഈ അമ്മയും അച്ഛന്മാരും മക്കളും എല്ലാം തമ്മിൽ വെട്ടി കൊല്ലുന്ന കാരണം കൊണ്ടല്ലയോ മഹാഭാരത കഥ മുഴുവനും കുടുംബങ്ങളെ തമ്മിൽ അങ്ങോട്ട് കൊണ്ട് യുദ്ധം ചെയ്തതാ. എന്നിട്ടാണ് നമ്മുടെ പറഞ്ഞത് ഇപ്പൊ ഭയങ്കര കുടുംബത്തിൽ ഭയങ്കര അടിയാണ്. അയ്യോ, ആരംഭിച്ചവരും എന്താണ് ഓതേനും കൂടെ വെട്ടിച്ചാകുന്നത് വേറെ വല്ല കുടുംബത്തിലെ വഴക്ക് ചേർക്കാനാണ്. ഇത് എന്നിട്ടാണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇവിടെ ഭയങ്കര കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ശൂലത്തെ കുത്തി ഈ നാട് മുഴുവൻ നിർത്തിയിട്ടുള്ള രാജാക്കന്മാരുള്ള രാജ്യമല്ലേ ഇത്? ഇത് ആരോട് പറയും ഇതൊക്കെ? വയലൻസ് ഇപ്പൊ കണ്ടുപിടിച്ചതല്ലേ? വയലൻസ് കുറഞ്ഞ് ഇത്രയധികം മനുഷ്യർ തെക്കും തിരക്കും കാരണം കൊണ്ട് ജീവിക്കാൻ റോഡ് കറങ്ങാൻ നടക്കാൻ വയ്യാത്ത അത്രയും മനുഷ്യരാ. എന്നിട്ടാണ് ഈ ഭയങ്കര കുഴപ്പങ്ങളോടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. എല്ലാവരും റേഷനൊക്കെ കിട്ടുന്നില്ലേ? നല്ല വീട്ടിൽ താമസിക്കുകയല്ലേ? എന്ത് കുഴപ്പമാണെന്ന് നിങ്ങൾ പറയുന്നത്? ഊതിപ്പെരുപ്പിച്ച പ്രശ്നങ്ങളാണ് ഈ പറയുന്ന മുഴുവനും. ഇങ്ങനെ പറഞ്ഞാൽ അനുസരിക്കാത്ത പിള്ളേർ ഇപ്പോ എന്താണ് വടി വെച്ച് അടിക്കണമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. കഴുതകളെ അടിക്കുക എന്ന് കഴിഞ്ഞാൽ മനുഷ്യനെ ദ്രോഹിക്കാനായിട്ട് വേണ്ടി കുട്ടിയായിരിക്കുന്ന കാരണം കൊണ്ട് മാത്രം. എന്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു വെള്ളത്തിൽ ചാടി കളിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുത്തനിങ്ങനെ വന്നിട്ട് നീ അവിടുത്തെ കുട്ടിയല്ലേ എന്ന് ചോദിക്കും. ആണ്. കേരളയും കിട്ടുന്നു പറഞ്ഞാൽ പിടിച്ച് രണ്ടടിയിൽ നിന്ന് അവിടെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ കിടന്ന് വെള്ളത്തിൽ കിടന്ന് ചാടുക ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് അടിയിൽ നിന്നാണ് കൊണ്ടുപോയി വയ്യ പോകുന്നവനെല്ലാം അടിക്കും. അവിടെ നിന്നൊക്കെ മാറി മര്യാദയുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറിയ കാലത്തായി ഉള്ളത്. ഇതിപ്പോ നമ്മളൊരു പത്രം എടുത്തോ, ന്യൂസ് എടുത്തോ, ന്യൂസ് വാല്യൂ എന്ന് പറഞ്ഞ സാധനം എന്തുവാണ്? വെട്ടിക്കൊന്നത് ഇട്ടത് മാത്രമാണെന്ന് ഇവന്മാർ കണ്ടുപിടിക്കുക വഴിയല്ലേ? ഓസ്ട്രേലിയ നടക്കുന്നത്, റഷ്യ നടക്കുന്നത്, അമേരിക്ക നടക്കുന്നതും, ഡൽഹി നടക്കുന്നതും, തിരുവനന്തപുരത്ത് നടക്കുന്നതും, കൊച്ചി നടക്കുന്നതും എല്ലാം കൂടെ ഒരു പേജിൽ എഴുതി വെക്കും. എന്നിട്ട് ആളുകൾ നോക്കുമ്പോൾ ഭയങ്കര ആഫ്രിക്ക ഉണ്ടെന്ന് അറിഞ്ഞുപോലും കൂടാതെ ഇവിടെ ജീവിച്ചോണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ പണ്ട് കാലത്ത് ഇവിടെ ഭയങ്കര സമാധാനമാണെന്ന് പറയുന്ന സമയത്ത് ആഫ്രിക്ക ഉണ്ടെന്നും അമേരിക്ക ഉണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ ഈ കഴുതകൾക്കൊക്കെ. അവന്മാരാണ് എഴുതുന്നുണ്ട് പറയുന്നത് പണ്ട് കാലത്ത് എന്തൊരു സമാധാനം എന്ന്. ഞാൻ പക്ഷെ അലക്സാണ്ടർ ഗ്രീസിൽ നിന്ന് ഇവിടെ വരെ വെട്ടിക്കൊന്ന് ചാവി വരും. മംഗോളിയെന്ന് സ്പെയിൻ വരെ ജംഗിസ് ഖാൻ ഓടി സകലരെയും വെട്ടിക്കൊന്ന് നാട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങൾക്ക് 4% പെണ്ണുങ്ങളെ എന്താണ് ഗർഭം അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനത മുഴുവൻ നോക്കിയാൽ മതി. ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഇത്രയും ക്രൂരമായ ഒരു പ്രാകൃത സമൂഹത്തിനകത്തു നിന്ന് പരസ്പരം ചാകാത്ത 2ാം ലോകമായത്തും 1ാം ലോകമായതൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പം നമ്മളാണോ അതൊക്കെ ജീവിതം ചെയ്തത്? എന്ത് ഏറുമാരെല്ലാവരോട് പറയുന്നേ? കാശിനല്ലാത്ത വിദ്യാഭ്യാസം നിലനിർത്തുന്ന വഴി ഉണ്ടാകുന്നതാണ് ഇതൊക്കെ. വിദ്യാഭ്യാസം സ്കൂളാണ് അമ്പലം പള്ളിയും പോലെ പണ്ട് കാലത്ത് ഒരു പ്രയോജനം ഇല്ലാത്ത സ്കൂളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്വാസം മുട്ടുന്ന സ്കൂളുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്ത് കുട്ടികൾ ശ്വാസം മുട്ടിയാ ജീവിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു വശത്തോടെ പറയുകയും ജീവിക്കാൻ പറ്റാതാക്കുകയും ചെയ്തിട്ടിരിക്കുന്ന സംഘർഷം ഇഷ്ടം പോലെ ഉണ്ട്. നിരോധിച്ച് ഈ സകല സാധനങ്ങൾ മദ്യവും ഇതിനെല്ലാം ക്രിമിനലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കുറ്റവാളികളായിട്ട് എല്ലാവരും മാറും. ദരിദ്രവാസികളായ ആൾക്കാർ പെട്ടെന്ന് പണം ഉണ്ടാക്കാനായിട്ട് നിരോധിച്ച സാധനങ്ങളെല്ലാം വിൽക്കും. നിരോധിക്കരുത്. ചാരായം നിരോധിച്ച സമയത്ത് ഞാൻ ഏകനെ പോയി നേരിട്ട് കണ്ട് പറയും, എഴുതി പബ്ലിഷ് ചെയ്ത് അയക്ക് കൊടുത്ത കത്ത്. നിരോധിച്ചാൽ ക്രിമിനലായ സമൂഹം ഉണ്ടാകും. ലോകത്തെന്നും തെളിവായത്. അഗ്രസീവായിട്ട് ദരിദ്രരായ ആൾക്കാർ വിൽക്കും. ഇത് വില കൂടുതലായത് കാരണം കൊണ്ട് ഉപയോഗിക്കുന്നവർ വീണ്ടും അവർക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ അവർ വിൽക്കുന്നവരായിട്ട് മാറും. ഇത് നിരോധനം കൊണ്ടാണ്. നാട്ടിൽ സുലഭമായി ഈ മയക്കുമരുന്ന് കിട്ടുവാണെന്ന് വെച്ചോ, ആർക്ക് വേണം എന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ മദ്യം ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും ദിവസവും കഴിക്കുന്നുണ്ടോ? ഇവിടെ ഗവൺമെന്റ് വിൽക്കുന്നില്ലേ? പിന്നെന്താ, സുലഭമായി കിട്ടിയാൽ മേടിക്കുമെന്നാണല്ലോ സിദ്ധാന്തം. അങ്ങനെ അല്ലത്. നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നിരോധനത്തിന്റെ യുക്തി കൊണ്ടാണ് നിർദ്ദയമായ സ്കൂളുകളും നിരോധിച്ച മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ആൾക്കാരായിട്ട് ഇവരെല്ലാരും മാറും. ഇത് ഞാൻ പ്രഡിക്റ്റ് ചെയ്ത് എഴുതിയതാ. ഇപ്പൊ ഈ കാണുന്ന നിങ്ങൾ ഈ പറയുന്ന ഈ മോശപ്പെട്ട, അല്ലാതെ ഭയങ്കര സമൂഹവും ഭയങ്കര പ്രശ്നമാണെന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന സാധനം ഉണ്ടായത് എങ്ങനെയാണ് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞാൽ പരീക്ഷ ഇട്ട് ആളുകളെ ശ്വാസം മുട്ടിച്ച് ദ്രോഹിച്ച് ക്യാമറയും വെച്ച് രാവിലെ തൊട്ട് മോണിറ്റർ ചെയ്ത് ഉണ്ടാക്കുന്ന, ഒപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് ശ്വാസം മുട്ടിക്കുന്ന കുട്ടികളെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഔട്ട്ലെറ്റായി ഈ സകല സാധന ലഹരിയും മാറും. സാമൂഹികമായ പ്രശ്നമുള്ള സകല സ്വാമിമാരും കഞ്ചാവ് വലിച്ച് ഈ കുംഭമേളയിൽ പോയി കുളിച്ചവരല്ലേ, അവനെല്ലാം എന്താ പിടിച്ച് ജയിലിലിടാത്ത? നിരോധിക്കാത്ത എന്താണ്? ഇവിടുത്തെ പോലീസുകാരുണ്ടല്ലോ, ഈ കേരളത്തിലെ പോലീസുകാർ ഭയങ്കര ഇത് നിരോധിക്കണം, നമ്മളെല്ലാം ഇടപെട്ട്. എന്നാൽ അവനെല്ലാം കുംഭമേളയിൽ പോയിട്ട് ആ സ്വാമിമാരെ പിടിച്ചെന്താ ഇടാത്ത? മിണ്ടില്ല. നിങ്ങൾ പറ.
ഒരൊറ്റ സ്വാമി, ഈ അറിയപ്പെടുന്ന ലോകത്ത് ഇപ്പൊ ഇരിക്കുന്ന യോഗി തൊട്ട് സകലവനെ എടുക്ക്, ഇവനൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഞ്ചാവ് വലിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അത് ശിവമൂലിയ. സകല സ്പിരിച്വൽ എക്സ്പീരിയൻസും ഹൈറ്റൻ ചെയ്യാൻ, കൂട്ടാൻ വേണ്ടി കഞ്ചാവ് വലിച്ചിരിക്കുന്ന സ്വാമിമാരേ ഉള്ളൂ ആ ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങിയ ഈ തുണിയില്ലാത്തവന്മാര് മുഴുവനും. എന്നിട്ട് അവരെ ആരെങ്കിലും പിടിച്ചോ? ഇവരാരെങ്കിലും? ഞാൻ പറയുന്നത് പാവം പിടിച്ച സാധാരണക്കാര് കള്ളും കുടിച്ചുകൂടാ, കഞ്ചാവ് വലിച്ചുകൂടാ, അത്ര അർത്ഥമേ ഉള്ളൂ. കാരണം നാളെ രാവിലെ എണീറ്റ് അവനെ നമ്മുടെ തെങ്ങേ കയറാൻ ആളായിട്ട് വരണം. ടാറ്റ കള്ളു പിടിച്ചാൽ ദാരിദ്ര്യം വരുമോ വീട്ടിൽ? കള്ളു പിടിച്ച് ദരിദ്രരായി പോകുമെന്ന് പറയത്തില്ലേ? കൂലി കൊടുക്കാത്തതുകൊണ്ടാ ദരിദ്രരാകുന്നേ, മദ്യം കഴിക്കുന്നുണ്ടല്ല. ഇത് അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ എനിക്കും അറിയാം. പക്ഷെ സിഗരറ്റ് വയ്ക്കുന്നില്ലേ ഇവിടെ? സിഗരറ്റ് ഇപ്പോഴും വയ്ക്കുന്നില്ലേ? അതിന്റെ പുറത്തൊരു പടം വരച്ച് വയ്ക്കുന്നതല്ലേ? ക്യാൻസറിന്റെ പടം വരച്ച് വയ്ക്കുക എന്നുള്ളതല്ലേ ചെയ്യുന്നേ? ആ സിഗരറ്റ്, നിക്കോട്ടിൻ എന്ന് പറയുന്നത് ഏറ്റവും അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതെന്തിനാണ് വിൽക്കുന്നത്? മദ്യം മദ്യം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നാണ്. 4ാമത്തെ മയക്കുമരുന്നാണ്. അതിന്റെ ഗ്രേഡ് എടുത്താൽ അതെങ്ങനെയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്? അത് രണ്ടും ആഠ്യന്മാരുടേതാ, അത്രേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നമില്ല. അല്ല, മദ്യം കഴിച്ചിട്ടുണ്ടാക്കുന്ന സാമൂഹിക ദ്രോഹം പോലെ തന്നെയാണ് ബാക്കി ഏത് മയക്കുമരുന്നും. അല്ലാതെ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചവർ ഇവിടെ ആളുകളെ വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഒരമ്മയെ വെട്ടിയ കഥ പറഞ്ഞിട്ട് അറിയാം. അമ്മയെ എല്ലാ ഭാര്യമാരെയും ദിവസവും അടിക്കുകയും വെട്ടുകയും ചെയ്യുന്നുണ്ട് ഇവിടുത്തെ പുരുഷന്മാർ മുഴുവനും. അതിനെപ്പറ്റി അപ്പൊ ചർച്ച ചെയ്തില്ലല്ലോ. ഇതാണ് സെലക്റ്റീവായി പറയുന്ന സ്ഥലം എന്ന് പറയുന്നത്. കഞ്ചാവ് വലിച്ച് ഇതുവരെ ആരെങ്കിലും വെട്ടിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കാരണം അത് അങ്ങനത്തെ ഒരു അഡിക്ഷൻ പോലും ഉണ്ടാക്കത്തില്ല. അഡിക്ഷന് ഡി അഡിക്ഷൻ സെന്റർ നടത്തിയ ഒരു മനുഷ്യനാണ് ഞാൻ. അഡിക്ഷൻ മാറ്റാൻ ഉപയോഗിക്കുന്ന വീനിങ് എന്ന് പറയും. ഹാർഡായിട്ടുള്ള അഡിക്ഷൻസ് മാറ്റാൻ മദ്യപാനം, LSD അല്ലെങ്കിൽ കൊക്കൈനോ ഒക്കെ ഉപയോഗിക്കുന്ന, കറുപ്പൊക്കെ ഉപയോഗിക്കുന്ന കൂടുതൽ ശക്തമായ അഡിക്ഷൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ചതിലേക്ക് കൊണ്ടുവരാനായിട്ട് കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണ് അവരെ മാറ്റുന്നത്. എന്നിട്ട് അതിനെയാണ് ആദ്യം കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞിട്ട് പാവം പിടിച്ച അവന്മാരെ പിടിച്ച് ജയിലിൽ ഇട്ടുകൊണ്ടിരിക്കും. എന്നാൽ കഞ്ചാവ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ യോഗി ആദിത്യനാഥിനെ എന്താ അവന്മാർ പിടിക്കാത്തതെന്നാ എന്റെ ചോദ്യം. കുംഭമേള വന്ന സ്വാമിമാരെ പിടിക്കാത്ത എന്താണെന്ന ചോദ്യം. ഇതൊക്കെ 2 തട്ടിൽ പറയുന്നതാണ്. മദ്യം ലോകത്തുള്ള സകല പ്ലെയിനിലും കൊടുക്കും. ട്രെയിനിൽ കുടിച്ചാൽ നമ്മളെ അറസ്റ്റ് ചെയ്യും. അങ്ങനെ ദരിദ്രവാസി കുടിച്ചുകൂടാന്നുള്ള മാത്രമേ അർത്ഥമുള്ളൂ. നിങ്ങൾ നിരോധിച്ചാൽ അത്രത്തോളം വിൽക്കപ്പെടും. ഇന്ന് ആ ഗുജറാത്തിലെ മദ്യം നിരോധിച്ചു വെച്ചിരിക്കുകയാണ്. ഇത്രയധികം ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വേറെ രാജ്യമില്ല. ആ അദാനിയുടെ പോർട്ടിലാണ് 21,000 കോടി രൂപയുടെ ആണ് പിടിച്ചത് ഈ കഴിഞ്ഞ ആഴ്ച. ഇത് എവിടെ നിന്ന് വരുന്നതാണ്? നിങ്ങൾ എന്തു ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇത് മുഴുവൻ നമ്മൾ നോക്കിയാൽ മതി. 2 തട്ടിൽ ഇതിനെ മുഴുവനും കൈകാര്യം ചെയ്തിട്ടായി പറയുന്നത്. കുട്ടികൾ ഇത് ഉപയോഗിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്വാതന്ത്ര്യ ബോധം ഉണ്ടാക്കുന്നത് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും ഇതിനകത്ത് എത്രയാണെന്നും എന്ത് ചെയ്യണമെന്നും. ഒരു മോട്ടോർ സൈക്കിൾ മേടിച്ച് ഓടിക്കുമ്പോൾ അത് ഓടിക്കാൻ പഠിപ്പിക്കുകയും അത് നിയന്ത്രിതമായി ഓടിക്കാൻ പഠിപ്പിക്കുകയല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ പഠിപ്പിക്കേണ്ടതാണ്. ലൈംഗിക ബന്ധം ഇതുപോലെയാണ്. അപ്പുറത്തിരിക്കുന്നവരുടെ ബഹുമാനത്തോടെ പെരുമാറണമെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരു പുരുഷനും അറിഞ്ഞൂടാ. ഇതൊന്നും പഠിപ്പിക്കാതെ നിരോധിച്ചുണ്ടാക്കി നേരെയാക്കാനായിട്ട് വടിവെച്ച് അടിച്ച് ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിമിനലുകളുടെ ലോകമാണ്. അപ്പൊ ഈ സ്കൂളിലെ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ബേസിക് എഡ്യൂക്കേഷൻ ആണ് അവിടെ ഇല്ലാത്തത്. ഇതുവരെ ഭരണഘടന വായിച്ചിട്ടുണ്ടോ സ്കൂളിലെ? പിന്നെ എന്തിനാണ് രാവിലെ എണീറ്റ് ദൈവം തമ്പുരാൻ എന്നെ ഉണ്ടാക്കിയതാണെന്ന് ഉള്ള പാട്ടും പാടിയിരിക്കുന്നിടത്ത് നിന്ന് എന്ത് പഠിക്കാനാണ് പോകുന്നത്? ഈ കഞ്ചാവ് മുഴുവൻ വെക്കുന്ന ഈ ദൈവമാണ്. അതെന്താ നടപടിയെടുക്കാത്ത പാർട്ടിയുടെ പിന്നിലെ? ദൈവമല്ലേ ഉണ്ടാക്കിയിരിക്കുന്നേ? തന്നെ പറഞ്ഞിട്ടുണ്ടായി ദൈവം ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ദൈവം ഇല്ലെന്ന് അറിയുന്ന മനുഷ്യരുണ്ടാക്കിയ ദൈവം ഉള്ളെന്ന് അറിയുന്നുണ്ട്. അത് വേറെ വീഴ്ചയാ. മനുഷ്യരുണ്ടാക്കിയ ദൈവം അല്ലാതെ ലോകത്ത് ഏതെങ്കിലും പട്ടിയോ പൂച്ചയോ ഇതുവരെ അമ്പലത്തിൽ പോകുന്ന നാട്ടിലുണ്ട്. കുറെ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് ആർക്കും ഉത്തരവാദിത്വം ഇല്ലേ ഉണ്ടാക്കിയ സ്രഷ്ടാവിനോട്? ഇതൊക്കെ ഇങ്ങനെ മനുഷ്യരുടെ കഥയല്ലേ ഇതൊക്കെ? സ്വന്തം ഉത്തരവാദിത്വത്തിൽ അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ന്യായം ഇല്ലാതിരിക്കുമ്പോൾ ന്യായം പറയുന്ന സാധനമാണ് ദൈവവും വിധിയും. വിധി കാരണമാണ് ഭാഗ്യം കൊണ്ട് നല്ല ഭർത്താവിനെ കിട്ടുമെന്ന് പഠിപ്പിക്കണ്ടേ? ഇതിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. എന്റെ ഉത്തരവാദിത്വം കൊണ്ടല്ല, നക്ഷത്രം തെറ്റിച്ച് നിന്നുകൊണ്ടാണ് കുഴപ്പം വന്നതെന്ന് കണ്ടുപിടിക്കാനാണ് അതൊക്കെ ഉപയോഗിക്കുന്നത്.
എന്നാ ഇത്ര വിശ്വാസികളായ ആൾക്കാര് എന്തുകൊണ്ടാണ് റോഡിൽ ഇറങ്ങുമ്പോ തെക്കോട്ടും വടക്കോട്ടും നോക്കുന്ന വണ്ടി ഇടിക്കുമെന്ന്? വിശ്വാസമുള്ള തന്നെ നടന്നാ വണ്ടി ഇടിക്കണ്ടല്ലേ? ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നത്. ഇതൊക്കെ ചുമ്മാ അസംബന്ധം പിടിച്ച് മനുഷ്യന്മാരെ നിയന്ത്രിക്കാൻ വേണ്ടി ദൈവമേളിലിരുന്ന് കണക്കെഴുതുന്നെന്ന് പഠിപ്പിച്ച് നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ ഈ ദൈവത്തിനെ. CCTV ക്യാമറയാണ് ദൈവം. ചിത്രകുത്തനോ അല്ലെങ്കിൽ വേറൊരുത്തനോ അവിടെ കുത്തിയിരുന്ന് കണക്കെഴുതുമെന്ന് പഠിപ്പിക്കത്തില്ലേ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും? ഇത് പണ്ട് കാലത്ത് ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ദൈവമാണത്. എന്റെ ഈ പൂട കറപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ചുണയുണ്ട്, ഞാൻ വിളിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള സകല ദൈവങ്ങളെയും എന്റെ പൂടെ ഒന്ന് കറപ്പിച്ച് കാണിക്കുക. അതൊക്കെ മനുഷ്യനെ നിയന്ത്രിക്കാൻ വേണ്ടി മേളില് ഒരുത്തനിരുന്ന് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ പേടിക്കും. അതുകൊണ്ടാണ് എല്ലാവരും മേളോട്ട് നോക്കുന്നത്. മേളിൽ ഈ പ്രപഞ്ചത്തിന് മേളും താഴെയൊന്നും ഇല്ല. നിങ്ങൾ മേപ്പോട്ട് പോയി ചന്ദ്രനിൽ പോയി നിന്ന് നോക്കിയാൽ ഭൂമി മേളിലാ നിൽക്കുന്നത്. കാല് താഴെയാണെന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ മേളും താഴെയൊന്നും ഉള്ള പ്രപഞ്ചമല്ല ഇത്. മേളിലോട്ട് നോക്കിയാൽ നമ്മൾ ആകാശത്താണ് ഇരിക്കുന്നത്. ഭൂമി ആകാശത്തായിരിക്കുന്നത്, ആകാശം മേളിലല്ല. നമ്മൾ ഇതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ ആകാശത്താണ് നമ്മൾ കസേരയിട്ട് ഇരിക്കുമ്പോ ആകാശത്തായി ഇരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി ഇതൊന്നും അറിയാതെ ഇതുപോലുള്ള കഥകള് ശുദ്ധ അസംബന്ധം പിടിച്ച പഴഞ്ചന്മാരുണ്ടാക്കിയ ഈ കഥകളെല്ലാം വായിച്ചിട്ട് അതൊക്കെയാണ് വിശ്വാസമായിട്ട് കൊണ്ടുനടന്നത്. നമ്മൾ എന്ത് പറയും? നിങ്ങൾ തന്നെ ആലോചിക്കുക. ആളുകളെ ഉപയോഗിക്കാൻ വേണ്ടി, പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഉമ്മാക്കിയാണ് ദൈവം. നിന്നെ കൈകാര്യം ചെയ്യും, ചത്തു കഴിഞ്ഞാൽ തീയിലിട്ട് പൊരിക്കും എന്ന് പഠിപ്പിച്ചാൽ മര്യാദയ്ക്കോടെ ഇരിക്കും. അത്രേ ഉള്ളു. ഞാനതാ പറയുന്നത്. എന്നെ നിങ്ങളെയൊക്കെ ദൈവം ഉണ്ടാക്കിയെന്നാണല്ലോ പറയുന്നത്. എന്നാ ഞാനിങ്ങനെ മിണ്ടുന്ന നേരത്തിന് എന്തിനാണ് ഈ വിവരമുള്ള ദൈവം ഉണ്ടാക്കുന്നത്? അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലയോ ഞാൻ ഉണ്ടാകുന്നെന്ന് പറയുന്നത്. വിവരമുള്ള ഒരു ദൈവത്തിനെ ഉണ്ടാക്കിയതിൽ നിന്ന് കണ്ടെത്താൻ പറ്റത്തില്ല. വിവരമുള്ള ഒരു ദൈവം സർവജ്ഞനാണെന്നാണല്ലോ പറയുന്നത്. ഒന്നിനെ തിന്നുന്ന തരത്തിൽ ലോകത്ത് ഉണ്ടാവുമോ? പുല്ല് തിന്നുന്ന ആടിനെ കാണാം. ആ പുല്ല് വളരുന്ന പുല്ലിന് വേണ്ടിയാണ്, അല്ലാതെ ഈ ആട് തിന്നാനല്ല. ആടിനെ തിന്നുന്ന ഈ ആട്ടിടയന്മാര്, യേശുക്രിസ്തുവൊക്കെ ഇങ്ങനെ ആടിനെ എടുത്താ നിൽക്കുന്നത്. ആടിന് വേണ്ടിയാണെന്ന് തോന്നുമല്ലോ. ലോകത്ത് ഏതെങ്കിലും ആട്ടിടയൻ ആടിനെ വളർത്തിയത് ആടിന് വേണ്ടിയാണോ? ഇതൊക്കെ നമ്മളിങ്ങനെ പുത്തനൊക്കെ ആടിനെ കൊണ്ട് നടക്കുന്നതാണ്. നിഷ്കളങ്കമായി ഈ സകലതിനെ തലയടിക്കുന്ന ഈ ആടിനെ പറ്റിയാണ് പറയുന്നത് നിഷ്കളങ്ക ജീവി. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പുല്ല് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു കടുവ വരുന്നു, ഒരു മാൻ വരുന്നു. ഏതിനെ കണ്ടാണ് ആ പുല്ല് പേടിക്കും? കടുവ പാവം ദൈവം പോകുന്നെന്ന് പറയുന്നില്ലേ? അതുകൊണ്ടാണ് ആരുടെ വശത്തു നിന്ന് കാണുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു പറയത്തില്ലേ, നിന്നെ ഞാൻ മീനെ പിടിക്കുന്നതല്ല മനുഷ്യനെ പിടിക്കാൻ പഠിപ്പിക്കും എന്ന് പറയത്തില്ലേ? ഈ മീനൊക്കെ അവിടെ നമുക്ക് പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണോ? എല്ലാം ദൈവം സൃഷ്ടിച്ച് നമുക്ക് ഇങ്ങനെ തന്നു എന്ന് പറഞ്ഞ കഥ പറയും. അതിനോടൊക്കെ മര്യാദക്ക് പെരുമാറുന്ന ഒരു മനുഷ്യനുണ്ടോ? കുതിരയുടെ പുറത്ത് കയറി നമ്മൾ പോകുമ്പോ കുതിരയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഇയാളെ നിങ്ങളുടെ മേളിൽ കയറി ഇരുന്നിട്ട് ഞാനിങ്ങനെ പോയാൽ ഭയങ്കര ഇഷ്ടമല്ലേ? ഇവിടുത്തെ ആനപ്രേമികളെ പോലെയാണ്. ആനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പാപ്പാനോട്. കരയും ഒക്കെ ചെയ്യുമെന്നാണ്. എന്ത് കഥ വേണേ പറയും. എല്ലാ ഭാര്യമാരും ഭർത്താവ് ആകുമ്പോ കരയുന്ന കഴിഞ്ഞാൽ ഞാൻ നാളെ എങ്ങനെ ജീവിക്കുന്ന ആലോചിച്ചിട്ട് മാത്രമാ, അല്ലാതെ അയാളോട് സ്നേഹം കൊണ്ടായിട്ടൊന്നും അല്ല. നാളെ ഞാൻ എങ്ങനെ ജീവിക്കാൻ പറ്റാത്ത തരത്തിലാക്കിയത് കൊണ്ടാണ്. അല്ലാത്തൊരു കരയേണ്ട ആവശ്യം എന്താ? കാരണം സ്വർഗത്തിൽ പോയ ആളല്ലേ. നമ്മളുടെ വീട്ടിലുള്ളവരെല്ലാരും സ്വർഗത്തിലല്ലേ പോന്നേ? നരകത്തിൽ പോവോ? സ്വർഗത്തിൽ പോയതിനെ പറ്റി നമ്മൾ എന്തിനാ കരയേണ്ട ആവശ്യം? ഗൾഫില് ജോലിക്ക് പോകുമ്പോ ഇവിടെ പെണ്ണുങ്ങൾ നിന്ന് കരയുന്നതാണ് കാര്യം. എന്നാ തിരിച്ചു വരുമെന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഇപ്പൊ ആരും അറിയത്തില്ല. അത്രേ ഉള്ളു. സ്വർഗത്തിൽ പോയി അപ്പം അയലത്തുള്ള ആ നായിന്റെ മോൻ പോകണമെന്നുണ്ടെങ്കിൽ നരകം വേണം. അതുകൊണ്ടാണ് നമുക്ക് നരകവും വേണ്ടത്. അതിനല്ലേ നമ്മുടെ ശത്രുക്കളെല്ലാം നരകത്തിൽ പോകണം, മിത്രങ്ങളെല്ലാം സ്വർഗത്തിൽ പോകണം. ഇത് ഇങ്ങനെയല്ലേ ഇത് ചെയ്യുന്നേ? പിന്നെ സ്വർഗത്തിൽ പോകുമ്പോ എന്തിനാ കരയുന്നേ? എല്ലാരും ദൈവവിശ്വാസം, ദൈവത്തിനടുത്തേക്ക് എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു എന്ന് പാട്ടൊക്കെ പാടത്തിൽ അങ്ങനെ പാടി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നു. പിന്നെ എന്തിനാ കരയുന്നേ? മരിച്ചാലും സ്വർഗത്തിൽ പോകാനായിട്ട് മുഴുവൻ പേരും പ്രാർത്ഥിച്ചിരിക്കുകയല്ലേ. എനിക്കാണെങ്കിൽ ഒരു പേടിയും വേണ്ട, കാരണം ഈ രണ്ടിടത്തും എടുക്കത്തില്ല, എന്നെ കേട്ടാൻ ഒക്കത്തില്ല. നമ്മൾ വെറുതെ ഈ മനുഷ്യന്മാരുണ്ടാക്കുന്ന കഥകളല്ലാതെ ഈ ഒരു നക്ഷത്രവും മറ്റൊരു നക്ഷത്രവും
സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിൽ നിന്ന് അടുത്ത നക്ഷത്രത്തിലേക്ക് ഏറ്റവും അടുത്ത നക്ഷത്രം 4.5 ലൈറ്റ് ഇയർ അകലെയാ. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിലാ പോകുന്നത്. 1,86,000 മൈൽ. അല്ലെങ്കിൽ ഇത്രയും അകലത്തിലായി നിൽക്കുന്ന പറഞ്ഞാൽ ലൈറ്റിന്റെ സ്പീഡിൽ പോയാൽ 4.5 വർഷം എടുക്കും ആദ്യത്തെ നക്ഷത്രം. അത്രയും അകലത്തിലാണ് ഏറ്റവും അടുത്ത നക്ഷത്രം നിൽക്കുന്നത്. ഈ നക്ഷത്രങ്ങൾ ഇതുപോലത്തെ നക്ഷത്രങ്ങളെല്ലാം ഉള്ള കോടിക്കണക്കിന് നക്ഷത്രം ഉള്ളതിനെയാണ് നമ്മൾ ഈ പറയുന്ന ക്ഷീരപഥം എന്ന് നമ്മൾ പറയുന്ന ഗാലക്സിയെ പറ്റി പറയും. തൊട്ടടുത്ത ഗാലക്സി എന്ന് പറയുന്നത് ആൻഡ്രോമീഡ ഗാലക്സിയാണ്. ഈ 2 ഗാലക്സികളും ലക്ഷക്കണക്കിന് മൈലുകൾക്ക് അകലെയാണ്. മൈലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഈ ലൈറ്റ് ഇയർ അകലെയാണ്. ഇത് എന്നിട്ട് നമ്മള് ടെലിസ്കോപ്പ് ഉണ്ടാക്കിയപ്പോഴോ എണ്ണി തീരാൻ വയ്യാത്ത അത്രയും ഗാലക്സികളുണ്ടായി. ഇത്രയും വലിയ പ്രപഞ്ചം ഉണ്ടാക്കിയവനാണ് ഈ പഴം ഉണ്ടാക്കിയ ദൈവത്തിനെയാണ് ഈ പഴം കൊടുത്ത് അണക്കുന്നത്. രാവിലെ ഇട്ടിട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഈ ഇത്രയും നക്ഷത്രം ഉണ്ടാക്കിയ എന്തൊരു പേട്ട് ദൈവങ്ങളെയാണ് ഇവനൊക്കെ ആരാധിക്കുന്നത്. ചോദിന് ഗുരുവായൂരപ്പന് ശബരിമല യാത്താവെന്നൊക്കെ ഇത് 2 പഴം കൊടുത്ത് അണക്കാൻ പറ്റുന്ന ഈ നക്ഷത്രമൊക്കെ ഉണ്ടാക്കിയ ദൈവത്തിനെ പറ്റിയൊക്കെ മനുഷ്യന്മാർക്ക് ഭ്രാന്ത് കൊണ്ട് പറയുന്നതല്ലേ. അല്ലാതെ എങ്ങനെ പറ്റും? നിങ്ങൾ തന്നെ ആലോചിക്കുക. അപമാനം വേണ്ടേ? എടാ, ഇവരുടെയൊക്കെ ഇമാജിനേഷന് പോലും കൊള്ളത്തില്ലല്ലോ. ഈ പ്രപഞ്ചത്തിനെ ഉണ്ടാക്കിയ ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ ഞാൻ പാട്ട് പാടി അണക്കി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അസാമാന്യമായ വിവരക്കേട് വേണം. അല്ല പറ്റത്തില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും അങ്ങനെ പറയണ്ട. ഈ ഇതുപോലുള്ള അസംബന്ധങ്ങൾ മുഴുവൻ പറഞ്ഞ് മനുഷ്യരെ കീഴടക്കി ഭരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ സിദ്ധാന്തങ്ങൾ മാത്രമാണ് അതൊക്കെ. അല്ല, വേറൊന്നുമില്ല. നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തത്തോടെ ജീവിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന നിലവാരത്തിൽ അവനവന്റെ ജീവിതത്തിനകത്തെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പൗരരാകുക എന്നുള്ളതാണ്. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് രക്ഷിക്കണേ ദൈവമേ എന്നൊക്കെ പറഞ്ഞിരിക്കുകയൊന്നുമല്ല. അതൊക്കെ പണ്ടത്തെ ബുദ്ധിയില്ലാത്തവന്മാർ ചെയ്ത പണിയാണ്. ഇന്ന് ഈ ലോകത്തിനെ പറ്റിയും ഈ നമ്മളിപ്പൊ ഈ ചെയ്തും പറഞ്ഞു ഇരിക്കുന്ന ഒരൊറ്റ സാധനം, ഒരു ഭഗവത്ഗീതയും ഉത്തരം തരുന്നതല്ല. ഈ ക്യാമറ എങ്ങനെ ഉണ്ടാക്കണമെന്ന്, ഈ ടെലിവിഷൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾ രണ്ടുപേരും പറയുന്നത് ഈ ലോകത്തുള്ള മനുഷ്യർ കേൾക്കണമെന്ന് പറയുന്നതൊന്നും ഒരു ഖുർആനകത്തൊന്നും കിട്ടത്തില്ല, ഒരു ബൈബിളിനകത്തൊന്നും ഈ അറിവൊന്നും കിട്ടത്തില്ല. ഇത് മനുഷ്യൻ ഉണ്ടാക്കിയ ഈ ചുറ്റുപാടിനെ അനുകൂലമാക്കി എങ്ങനെ ഇണക്കാൻ പറ്റുമെന്ന അറിവിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അത് പഠിക്കാനാണ് പോകേണ്ടത്. അല്ല രാവിലെ സർവ്വമത പ്രാർത്ഥന ചെയ്ത് സ്കൂളിൽ പിള്ളേരെ കൊണ്ടുപോയാൽ അതുങ്ങളെല്ലാം കഞ്ചാവ് വലിക്കുന്നവരായിട്ട് മാറും.